ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലത്രേ ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പീൻ എന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടെ ഒരു വിദേശ രാജ്യത്തേക്ക് പോയി. അവർ കപ്പലിലായിരുന്നു യാത്ര ചെയ്തത്. അതുവരെയും സമുദ്രം കണ്ടിട്ടില്ലാത്ത ശിഷ്യൻ സമുദ്രം കണ്ടിട്ട് അതിശയിച്ചു പോയി. അതിൻ്റെ നീളവും വീതിയും ആഴവും പരപ്പും അവനെ ത്രസിപ്പിച്ചു. അവൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, നദികളെയും തടാകങ്ങളെയും മറ്റെല്ലാ ജലാശയങ്ങളെയും കാൾ ഈ സമുദ്രം ഇത്ര ആഴമേറിയതും വിശാലമാകുന്നത് എങ്ങനെയാണ്? ഗുരു പറഞ്ഞു, എവിടെ നിന്ന് വരുന്നതും ഏത് വിധവുമായ വെള്ളത്തെയും സ്വീകരിക്കുന്ന സ്വഭാവമാണ് കടലിനെ ഇത്ര വിശാലമാക്കുന്നത്. ശിഷ്യൻ ചോദിച്ചു, പലതരം വെള്ളമുണ്ടോ? ഗുരു പറഞ്ഞു, ഉണ്ടല്ലോ. കലങ്ങിയ വെള്ളവും തെളിഞ്ഞ വെള്ളവും, കഠിനജലവും മൃദുജലവും, ശുദ്ധജലവും അശുദ്ധജലവും, ഉപ്പുവെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും, അങ്ങനെ പലതരം. സമുദ്രം ഏത് വിധമുള്ള വെള്ളമായിരുന്നാലും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. ഇത് മനുഷ്യ ജീവിതത്തിലും ഒരു യാഥാർത്ഥ്യമാണ്. പലവിധം വെള്ളത്തെപ്പോലെ ഈ ലോകത്ത് മനുഷ്യരും പല വിധക്കാരാണ്. പലവിധ പ്രമാണങ്ങളും വിശ്വാസ സംഹിതകളും പ്രവർത്തന രീതിയുമുള്ളവരാണവർ. മിക്കവാറും എല്ലാവരും തങ്ങൾക്കിഷ്ടമുള്ളവരെ മാത്രം സ്വീകരിക്കുന്നവരാണ്. അങ്ങനെയുള്ള അവസ്ഥ നമ്മെ ഇടുങ്ങിയതും ഇരുണ്ടതുമായ ഹൃദയത്തിൻ്റെ ഉടമകളാക്കി മാറ്റും. ഇത് അനേകരുടെയും അനുഭവമാണ്. എന്നാൽ ഹൃദയവിശാലത സമുദ്രത്തിൻ്റെ വിശാലതയേക്കാൾ പരപ്പുള്ളതാകുവാൻ സാധ്യതയുള്ളതാണ്. സുഖകരമായ അനുഭവങ്ങൾ മാത്രമുള്ളവർ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പെട്ടെന്ന് തളർന്നു പോകും. അതിനാൽ സുഖകരമായ അനുഭവങ്ങളോടൊപ്പം വേദനാജനകമായ അനുഭവങ്ങളും ജീവിതത്തെ വിശാലമാക്കുന്നതിൽ പ്രാധാന്യമർഹിക്കുന്നു. സ്നേഹിക്കുന്നവരെ കൂടെ നിർത്തുവാൻ എളുപ്പമാണ്. എന്നാൽ എതിർക്കുന്നവരെയും ചേർത്ത് നിർത്തുവാൻ കഴിയുമ്പോഴാണ് ജീവിതം സമുദ്രം പോൽ വിശാലവും ആഴവുമുള്ളതും ആകുന്നത്. എതിർക്കുന്നവരെ അകറ്റി നിർത്തുവാൻ ഒരു പ്രയാസവുമില്ല. ചേർത്ത് നിർത്തുവാനോ സ്നേഹവും ക്ഷമയും അവരോടുള്ള ബഹുമാനവും അനിവാര്യമാണ്. നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കുവാൻ എതിർക്കുന്നവരുടെയും ശത്രുക്കളുടെയും ഇടപെടലുകളാണ് സഹായകരമാകുന്നത്. ക്ഷണം സ്വീകരിച്ച് വരുന്നവരെ സ്വീകരിപ്പാൻ എല്ലാവരും സജ്ജമായിരിക്കും. എന്നാൽ ക്ഷണിക്കപ്പെടാതെ വരുന്നവരെയോ? ഈ ലോകത്തിൽ അനേകരും നാം വിശ്വസിക്കുന്ന തത്വസംഹിതകളിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വസിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുമോ? അവരെയും സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം സമുദ്രം പോൽ വിശാലമായി തീരുന്നത്. ഇതര മതസ്ഥരുടെയും നാം ഇഷ്ടപ്പെടാത്തവരുടെയും എതിർക്കുന്നവരുടെയും തത്വശാസ്ത്രങ്ങളും പ്രമാണങ്ങളും കേൾക്കുവാൻ പോലും പലപ്പോഴും നാം തയ്യാറാവില്ല. എന്നാൽ അവയെയും ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും കഴിയുന്നത് ഈ ഹൃദയവിശാലതയുടെ അടയാളമാണ്. സ്നേഹവും ദീർഘക്ഷമയും കരുതലും ഹൃദയവിശാലതയുടെ അടിസ്ഥാനമാണ്. സകലരെയും ഉൾക്കൊള്ളുന്ന ദൈവഹൃദയത്തിൻ്റെ വിശാലതയുള്ളവരായിരിക്കാൻ നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ സജ്ജമാക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മറ്റുള്ളവരെ അംഗീകരിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും ആവശ്യമായ ഹൃദയവിശാലത ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ എനിക്കും നൽകണമേ. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനുമുള്ള കൃപ തന്ന് കർത്താവേ, ഈ ലോകത്തിൽ സന്തോഷകരമായ സ്നേഹകരമായ ജീവൻ നയിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.